തൊടുപുഴ വെങ്ങല്ലൂരിൽ KCBയുടെ കൊള്ള. ഈ മാസം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് 56,000 രൂപയുടെ ബില്ലാണ്. പലിശരഹിതമായി പണം തിരിച്ചടക്കാമെന്ന ഉറപ്പും KCB അധികൃതർ ലംഘിച്ചതായി പരാതിയുണ്ട്. ഒരു മാസം മുൻപാണ് തൊടുപുഴ വെങ്ങല്ലൂർ ഭാഗങ്ങളിലുള്ള 300ഓളം വീട്ടുകാർക്ക് ഉയർന്ന വൈദ്യുതി ചാർജ് വന്നത്. 2,000 രൂപയുടെ സ്ഥാനത്ത് ലഭിച്ചത് 60,000 രൂപയുടെ ബില്ലുകൾ. KCBക്ക് സംഭവിച്ച പിഴവാണെങ്കിലും 24 തവണകളായി ബില്ല് അടച്ചു തീർക്കാമെന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. പലിശരഹിതമായിരിക്കുമെന്നും KCB അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പാലിക്കപ്പെട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് എൻക്വയറി നടക്കുക എന്നുള്ള കാര്യം ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മീറ്റർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് ഫീസ് അടയ്ക്കാത്തവരുടെ വീട്ടിൽ വന്ന് അവർ മീറ്റർ ഊരിക്കൊണ്ടുപോയി അവരെ കൊണ്ട് പൈസ അടപ്പിച്ചു. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതും ഞങ്ങൾ ചെക്ക് ചെയ്തു. ഞങ്ങൾക്കൊരു 2,500 റുപ്പീസ് പെർ ഹൗസ് ഞങ്ങൾക്ക് ചെലവായിട്ടുണ്ട്. വീണ്ടും അമിത ബില്ലുകൾ വരില്ലെന്ന ഉറപ്പും പാഴായി. വെങ്ങല്ലൂർ 3-ാം വാർഡിലെ താമസക്കാരനായ ബാബു ജോസഫിന് ഈ മാസം ലഭിച്ചത് 56,000 രൂപയുടെ ബില്ല്. അതൊന്നും അവർ പറയുന്നില്ല, കാണിക്കുന്നുമില്ലല്ലോ. ചുമ്മാ ഒരു വലിയ തുക വന്നിട്ട് അടച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ? എവിടുന്ന് അടയ്ക്കാണ്ട് ഒരു അടിസ്ഥാനമില്ലാത്ത വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഒന്നും മനസ്സിലാകില്ല. അത് കൂട്ട് എക്സ്പ്ലനേഷൻ അവർ തരുന്നു. KCBയുടെ തെറ്റിന് ഉപഭോക്താക്കളെ പിഴിയാനാണ് നീക്കം. വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവരെ കാര്യമറിയിച്ചെങ്കിലും തുക അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരുമെന്ന നിലപാടിലാണ് KCB. 12% വച്ചുള്ള പലിശ കാൽക്കുലേറ്റ് ചെയ്ത് ഇവരോട് അടയ്ക്കാൻ പറയുകയാണ്. ഒരു ഗഡു അടച്ച് പലരെയും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് പിന്നെയും ഇത് അടപ്പിക്കുന്നത്. അടയ്ക്കാതിരുന്ന ആളുടെ വന്ന് അവർ ഫ്യൂസ് വന്ന് കട്ട് ചെയ്യുകയും ചെയ്തു. ഇനിയും പലർക്കും ബില്ല് കിട്ടാനുണ്ട്. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. 30-ാം തീയതി വരെ ഫ്യൂസ് കട്ട് ചെയ്യരുതെന്ന കോടതി ഉത്തരവ് KCB ജീവനക്കാർ പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. 24 ഇടുക്കി.